അത് കൊണ്ടേ കൊടുക്ക്, ആ മാങ്ങ കൊടുക്ക് ചാച്ചന്, ഇവിടെ ഉണ്ടല്ലോ. ഇതെന്താ പൊന്നത്? സുകന്യ നിന്റെ ഇതിന്റെ ബാക്കിൽ നോക്ക്. എന്ത് എന്ത് അപ്പഴേ ചായ വെക്ക അമ്മു. അമ്മു ചായ വെക്ക്. ഓടിയതട്ടോ വിറകില്ലേ, മഴ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് മഴ പെയ്തിട്ടേ കാറ്റ് വീശുന്നു കണ്ടപ്പോ മഴ ചപ്പ് വരുന്നുണ്ടല്ലേ? കാറ്റായി കഴിഞ്ഞ ഇതിനുള്ളിൽ ഇവിടെ മൊത്തം ചപ്പ് വരുന്നുണ്ടേ. ഇതാ നല്ല കാറ്റ്. പപ്പട്ടാ മഴ പെയ്യുന്നു. ആ നോക്കിയൊക്കെ ഒരു ബുക്ക് എടുത്തിട്ട് കീറിച്ചക്കണത് അച്ചുവിന്റെ പണിയാണത്. ബുക്ക് അവന് കിട്ടില്ല, അവന് ബുക്ക് കിട്ടില്ല. വായിക്കാൻ എടുത്തായിരിക്കും നോക്ക് ഉച്ചക്ക് കിടക്കുമ്പോ ഇങ്ങനെ എന്തോ വായിച്ചെടുക്കാച്ചിട്ടേ. ഇത് നമ്മള് റബ്ബറും ചുള്ളല് കൊണ്ടുവന്നിട്ടേ ഞാന് നോക്ക്, ഇത് നോക്കിയോ? അടിപൊളി. എന്താട്ടാ ഇവരെന്തൊക്കെ കിട്ടണം പറഞ്ഞിട്ടാ അവന്? ചില്ലറ സാധനങ്ങളൊന്നല്ല. ഇത് എവിടെ ഇടുക? ഇവിടെ അമ്മ ഇത് എടുത്ത് പാടി അപ്പുറത്ത് വെക്കട്ടെ. ബാ, നാളെ കത്തിക്കാനൊക്കെയാണേ. മഴ പെയ്യാൻ തുടങ്ങിയുണ്ടല്ലോ, നമ്മള് വിറകിന്. മാങ്ങ നല്ല പെയ്തിട്ടുണ്ടാവട്ടെ അച്ചു. ഇപ്പോ അച്ചു ഉള്ള മാങ്ങ ഫുള്ള് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവോ? ഉള്ള മാങ്ങ ഫുള്ള് കൊഴിഞ്ഞു പോയിട്ടുണ്ടാവില്ലേ അല്ലേ? അപ്പോ പ്രിയേ പെയ്തു പെയ്തു പെയ്യട്ടെ. ചായ വെക്കണേ. മാറ് ഈ പറ. ചായക്ക് വെള്ളം അച്ചു, അച്ചു ചായക്ക് വെള്ളം വെക്കട്ടെ. കാറ്റ് എത്ര. മാറ് മാറ്, ഈ വിറക് അവിടെ കൊണ്ടുവച്ചട്ടെ. എവിടേക്കാ ചുട്ടി മഴയത്ത് ഇങ്ങനെ പോണ്? തെങ്ങുതൊട്ടി ചെമ്മാരി ആട്ടാർന്ന് അതാ. ഇന്നത്തേലും മാങ്ങ തീരട്ടോ, നാളേക്കൊന്നും ഉണ്ടാവില്ല മാങ്ങ. അച്ചു 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 ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് വേണ്ട, മഴ കൊള്ളണ്ട. മാങ്ങ നിൽക്കട്ടോ, മാങ്ങ ഫുള്ളൊന്ന് കൊഴിഞ്ഞു പോയി. കൊടയുണ്ടെങ്കിൽ വേണമെങ്കിൽ പൊക്കോൾ. എന്താ ഇവിടെ ഇനി ഇത് കഴിഞ്ഞിട്ട് അടിച്ചു വരാം. അപ്പൂര് വർഗം കൊള്ളി കിട്ടാണ്ട് കുഞ്ഞച്ചനവിടെ. ഈ തുണിയൊക്കെ എന്താ ഇവിടെ ഇങ്ങനെ ഇട്ടേക്കണത്? വേറെ എത്ര മാങ്ങ എടുക്കുതാ. ഇത് വേറെ, ഇത് വേറെ മാങ്ങയല്ലത്. എന്തോരം ടേസ്റ്റ് ആച്ചിട്ടാ. എന്താ മഴയില്ല, കാറ്റ് നോക്ക്. ഇങ്ങനെ കാറ്റ് വീശിയാ തന്നെ പേടിയാണ് കേട്ടോ. കാപ്പി അടുപ്പത്ത് ഇത് നോക്ക്. നമ്മക്കില്ലേ മഴക്കാലം ആയിക്കഴിഞ്ഞ വെച്ചാൽ ഇവിടെ ഒരു ഷീറ്റ് ഇട്ടിട്ടില്ല പറഞ്ഞ വെച്ചാൽ അതാ ഫുള്ള് ഇലകളും നമ്മുടെ ഇതിന്റെ ഉള്ളിലായിരിക്കും. പപ്പു ഇറക്കി നോക്കി നോക്ക്, കാറ്റും മഴയും കണ്ടിട്ട് നോക്കിയോ. കിച്ചുന്നിട്ട് ഇരിക്കേ ചായ അടുപ്പത്ത്. എന്താണ് 5 രൂപ ഉണ്ടായിരുന്നു. ഇവിടേക്ക് മഴയൊന്നും ഇല്ലല്ലോ, പിന്നെന്താണ്? ഇവിടെ മഴയൊന്നും ഇല്ലടാ, അവിടേക്കല്ലേ മഴ. നീ നിൽക്കുന്ന കൂടത്തെക്കാട്ടിലും നല്ലതല്ലേ ഇവിടെ? പേടിത്തൊണ്ടൻ, ഇങ്ങനെ ഒരു പേടിത്തൊണ്ടൻ കുട്ടീനെ കിട്ടിയല്ലോ ഞങ്ങൾക്ക് ഭഗവാനെ. നോക്ക് പേടിച്ചിട്ട് എന്താ ഈ കുട്ടീനെ ചെയ്യാ? ആദ്യമായിട്ട് ഇങ്ങനെ മഴ കണ്ടപ്പോ മഴ പെയ്യുമ്പോ നമ്മള് ഉള്ളിക്കാക്കണതല്ലേ അവനെ. ഇടി വെട്ടുമ്പോ പടക്കം പൊട്ടുക, ഇടി വെട്ടുക, കാറ്റ് വീശുക, അതൊക്കെ പേടിയാണ് കേട്ടോ. ചെറിയ കുട്ടികളുടെ പോലെയാണ്. എവിടേക്കാടി? എന്താണ് തേങ്ങ പൊളിക്കുക? എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ നാട്ടിക്ക് നില മഴ? രാത്രിയിൽ പെരും മഴയായിരുന്നു അല്ലേ? മഴ, കറണ്ട് പോക്ക് വേണ്ടാത്തതാ.
ഈ ട്യൂബ് വേണ്ടാത്ത ട്യൂബ് വേണ്ടതാണ്. കഴുകി ഒന്ന് നന്നായിട്ട് സോപ്പ് പൊടിയിലിട്ടാൽ വാഷിംഗ് മെഷീനിലിട്ടാൽ മതി. വാഷിംഗ് മെഷീനിൽ എവിണിച്ചാ ഏയ് വാഷിംഗ് മെഷീൻ ആവില്ല. ധൈര്യമായിട്ട് ഇട്ടോളൂ. അതാ നീല പൂണ്ടാണ് ചെടിയല്ലേ? അല്ലല്ലേ, വേറെ ചെടിയല്ലേ? ഇത് കാവത്തുമള്ളി. കാവത്തുമള്ളി അല്ലേ പറഞ്ഞു? ഞാൻ ഈ ചെടിയാ പറഞ്ഞു. പാറകം പൂച്ചെടി സൂര്യ കണ്ടോ? വെള്ളപ്പൂണ്ടായിരുന്നു. ഓ എന്റെ കുട്ടി നോക്ക്, അവന് പറ്റണ പണി അവൻ ചെയ്യുന്ന കണ്ടോ? ഇതിപ്പോ എഴുന്നു കൊണ്ടുവന്നപ്പോ അത് ഇന്നലെ കാറ്റത്ത് നല്ലല്ലോ. എന്തോ ആര് ആരത് പൊട്ടിച്ചോണെന്ന്? പൊന്നുമല്ലേ പൊട്ടിച്ചത്? പിന്നെ ആര് പൊട്ടിച്ച്? വേലിയോ കിളിയോ? കിളിയൊന്നല്ല, അത് നീയ പൊട്ടിച്ച. കിളിയൊന്നും അറിഞ്ഞിട്ടും കൂടിയില്ല. നമ്മുടെ കുമ്പളവള്ളി നോക്കിയൊക്കെ എത്രയിന്ന്. എവിടുത്തെ കിളിയത്? നമ്മൾ കൊറേ ദിവസമായില്ലേ നമ്മുടെ ഇവിടെ വെച്ചിട്ടുള്ള കുക്കിംഗ് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് ഇവിടെ വെച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. വേഗം നോക്കട്ടെ, ഞാൻ ഇവിടെ ഒന്ന് അടിക്കട്ടെ. ഒരു കുട്ടി ഒന്ന് ഒന്നുകൂടെ പുറത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ മേലെ പട്ടാക്കി സുഖമായിട്ട്. ആ മുള കെട്ടിയ മാതിരി ഇപ്പുറത്തോടെ ഒന്ന് വെച്ച് കെട്ടിയല്ലേ, അതിന് മേലെ സുഖമായിട്ട് പട്ടിടാൻ അറിയാം. പട്ട കഴിഞ്ഞില്ലേ? ഇതിന് മേലെ പട്ടിടാൻ പട്ടയില്ല, ഷീറ്റ് ഉണ്ട്. ഇനിയിപ്പോ പട്ടയിൽ നിൽക്കില്ലേ? ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ്, മഴ പെയ്താൽ ഷീറ്റ് ഉണ്ട് വരും. മഴ ഓട ഇതില്ലേ? എന്തായാലും പറയാ, ഓടയില്ല, എന്തായാലും പറയാ. ആ എന്താ ഇത് വാങ്ങാൻ പോവാനാണ്, ശർക്കരയും കോറി. ഇവിടെ വെയിൽ കാരണം നമ്മൾ ചെയ്തേ കുറേ ദിവസമായിട്ടോ. എന്താ നമുക്ക് എപ്പോഴും ഈ ഒരു പുറത്തടുക്കളല്ലേ, അടുക്കളല്ല ഈ അടുപ്പ് ഭയങ്കര ഒരു സ്പെഷ്യലാണ് കേട്ടാ. കാരണം നമ്മൾ കുറേ പേര് സ്നേഹിക്കാൻ പോയിട്ട് എന്താ ഇത് വാങ്ങിയിട്ട് വന്നാ ഇതിൻ്റെ ഉള്ളിലത്തെ ചട്ടിയൊക്കെ പോയേക്കണം. നീ പെങ്ങളും കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ അവിടുത്തെ ആ ചെറിയ അടുപ്പിൽ പറ്റില്ല ചേട്ടാ. കൂടി അവിടെ പറ്റില്ല. ഉപ്പേരി വെച്ചാലേ എപ്പോഴും ബാക്കിയാവും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പേരിയുടെ കഷ്ണങ്ങളൊക്കെ പാടെ കൂട്ടിയിട്ടേ നമുക്ക് ഒരു അവിയൽ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിൽ നമ്മൾ കൈപ്പയ്ക്ക ഇടും കേട്ടോ. കൈപ്പയ്ക്ക മാത്രം കിട്ടിയിട്ടില്ല, ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. പയർ, അതേപോലെ ക്യാരറ്റ്, കായ, ചേന, എന്താ കൊത്തമരയ്ക്ക, ഇളവൻ ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അവിയൽ കേട്ടോ. അതാവുമ്പോൾ എന്താ വെച്ചാൽ ഇതിന് എങ്ങനെ കുട്ടികൾ കഴിക്കണമെന്ന് നല്ലതല്ലേ. മറ്റേത് ഉപ്പേരി വെച്ചാൽ പകുതി തിന്നും പകുതി കളയും. എന്താ അല്ലെങ്കിൽ പറയും ഓർമ്മയില്ല പറയും, അങ്ങനെയാണ്. അപ്പോൾ ഇതാവുമ്പോൾ പിന്നെ എന്താണെന്നറിയോ അവർക്ക് ഇഷ്ടമാണ്. പിന്നെ ഇത് നാളേക്കാണെന്ന് പറഞ്ഞു വെച്ചാലും ഒന്നും കൂടി ടേസ്റ്റ് കൂടില്ല. അപ്പം ഞാൻ അതൊന്ന് കഴുകി കൊണ്ടിട്ടെ കേട്ടോ. മുരിങ്ങക്കായൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ കളിക്കാൻ എല്ലാവരും ഇല്ലേ? പിന്നെന്താ ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കഷ്ണങ്ങളൊക്കെ പാടെ കൂടിയിട്ട് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇതിൻ്റെ കളർ കാണാൻ നല്ല രസമല്ലേ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈരുണ്ടോ? ഓ ഉണ്ടല്ലോ അല്ലേ. ലാസ്റ്റ് തൈരില്ലാന്ന് പറയരുത്. മഞ്ഞൾപ്പൊടി ഇട്ട് ഓ തീയേ കുറച്ച് ദിവസമായിട്ട് കത്തിക്കാത്തതും കൊണ്ട് നോക്ക്. ഞാൻ പോകുമ്പോഴേക്കും തീയേ കഷ്ണം വാടരുത്, വാടിയ ചേരുള്ളതാണ്. ആ ഓടക്കോയിൽ കാണാല്ലേ ചൂടായി വരെ ഒത്തിരി സമയം എടുക്കും ചിലപ്പോട്ടോ. അതൊന്നാ മഴ പെയ്തില്ലേ, അതിൻ്റെ തണുപ്പും വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ. കത്തണുണ്ട് ഇതുണ്ട്. ഇത് എന്താ ഇത് കളയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ. ആ സാധനം കളഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് കളയണ്ട. പൈപ്പ് എന്തെങ്കിലും എവിടെയും പൊട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മാറ്റണമെങ്കിൽ ആദ്യം ലെങ്ത് ആവേണ്ടത്. അല്ലെങ്കിൽ ഒരു ചെറിയ ഞാൻ കഴുകിയിട്ട് കൈ കഴുകിയിട്ട് അച്ഛൻ പഠിക്കുന്നത് കത്തിച്ചോ. അച്ഛമ്മ
മാരിക്ക അമ്മ കുട്ടി നമ്മുടെ കുട്ടി കത്തിച്ചളേ. അത് വാങ്ങിച്ചേരോ അവിടെ കൊണ്ട് അത് പറ്റില്ല. അത് പുതിയ ചിരവുണ്ട്. പറ്റില്ല വെച്ച് നടത്തി കണ്ടോ കൈ കെടുത്തരുത് കേട്ടോ. സുകന്യനെ കാണത്തെന്താ പറയുക, സുകന്യ പുതിയ വീട്ടിൽ കോഴിമുട്ട പൊരിക്കട്ടോ. ഇപ്പോഴത്തെ ഗ്യാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലേ, ഒരു കുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 വീട്ടിക്കുമ്പാടെ ഇതിങ്ങനെ ആയതും കൊണ്ടേ നല്ല ബുദ്ധിമുട്ടാണ്. ഇതിൽ കത്തിക്കാണ്ട് ഇതെങ്ങനെ സൂപ്പറായി കത്തിയിരുന്നതാ. ഇന്നലെ മഴ പെയ്തില്ലേ, അതാ തോന്നുന്നുണ്ട് അല്ലേ. അച്ഛനാ ചിലവാ നീ നമ്മുടെ കുട്ടിയത് ഓരോന്നിട്ട് വെച്ചോ കേട്ടോ. കൊടുന്നോ ഓ ശരി ശരി ശരി. ഞാൻ വരില്ല. ആ തീ ഇങ്ങോട്ടൊന്നും വരണ്ടാന്ന് പറയാൻ. പിന്നെ വീഡിയോ കാണിച്ച് എനിക്ക് ആരാധകർ കൂടി പറയൂ. ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്ന ആൾക്കാർ തൊറ്റത്തുള്ള അങ്ങനെ തന്നെയല്ലേ വിചാരിക്കണ്ടേ. ആ ഇന്നെ കാണിക്കണ്ട അച്ചു, അതൊന്നും നീക്ക് പോന്നാ കത്തണുണ്ട്. എന്നാലും കത്തിച്ചുകൊണ്ടേ. അത് ശരി, എന്നാ പോവാ. ഇനിയില്ല കേട്ടോ. ഏട്ടാ ഗ്യാസ് ബുക്ക് ചെയ്യാറായില്ല ഏട്ടാ. ഓ ഇന്ന് ബുക്ക് ചെയ്യാൻ പറ്റില്ലേ? ഓ ഇന്ന് ബുക്ക് ചെയ്യാൻ ഇന്ന് കിട്ടുമോ? എന്നാ സുകന്യ സതിയുടെ അടുത്ത് പോയി ഗ്യാസ് കുറ്റി എടുത്തിട്ട് വരാൻ പറ. വാ മേമേ. ഇതെന്താ മാങ്ങ പഴുത്തരണ? എന്താ കാറ്റ് വീശിയത്? ഒന്നൊന്നര കാറ്റ്. ഇന്നലെ നല്ല പഴുത്തതല്ലേ, നല്ല മധുരം ഉണ്ടാവും കോമാങ്ങ അല്ലേ? തൊലിയെത്തി കഴിഞ്ഞ് കഴിക്കാൻ നല്ലതല്ലേ? അത് ഇത് മൂവാണ്ട ചെത്തറി അച്ചു അച്ചമ്മയ്ക്കും കൊടുക്ക. ഇരിക്കും മേമേ. അപ്പോഴേ തേങ്ങയും പച്ചമുളക് അതേപോലെ തന്നെ ജീരകം പാടെ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ചതഞ്ഞ് അരിഞ്ഞില്ലേ? നമ്മുടെ അനിയത്തി വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ മേമ വന്നിട്ടുണ്ട്. മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞ് ഇന്നു കഷ്ണം ചെറുതായിട്ടൊന്ന് വെന്തു കേട്ടാ. കഷ്ണങ്ങളില്ലേ ഉടയാതെ കിട്ടണം അല്ലേ? ഉടയാണ്ട കിട്ടണം. നല്ല കൊഴുപ്പുണ്ടോ? തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയലായി. ഈ എന്തെങ്ങനെ കൊടുക്കാന്ന് നടക്കും. എന്താ അമ്മേച്ചിയോ? അത് ഈ മഴയത്ത് അത് വാഴ ഇതടിഞ്ഞു വീട്ടെ. വെയില് കാരണം വാഴ മറിഞ്ഞു വീട്ടെ. അതിനെന്താ വാഴകളൊക്കെ പോയി. കേട്ടില്ലേ? കുറച്ച് നമ്മൾ കൊടുത്തിട്ട മേനയ്ക്ക്. പിന്നെ എന്താ നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയല്ലേ? നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണേ അല്ലേ? ഇത്രയായി സമയമായി. ഇനി ഒരു ചക്ക ഇടണം കേട്ടോ. ചക്ക ഇട്ടിട്ട് ചക്കക്കൂട്ടാൻ വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു ശേഖര ഇപ്രാവശ്യം കുട്ടികൾക്ക് അങ്ങനെ ചക്കക്കൂട്ടാൻ വെച്ച് കൊടുത്തില്ല. മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ചക്ക വയ്ക്കാൻ വെട്ടട്ടെ കേട്ടോ. അതിന് കുറേ നേരം സമയം പിടിക്കുമല്ലോ. അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.